വീണ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. ഈ പറയുന്ന ഇവരെല്ലാം കൂടി ഞാൻ വലിച്ചിരുന്നുള്ള ഒരു ദിവസം അത്ര പറയാവുള്ളൂ, കറക്റ്റ് അല്ല. ഞാനോ ഒരു വേശ്യ എന്ന ലേബലിലാണ് അവളവിടെ പ്രസന്റ് ഈ വീണയെ കല്യാണം കഴിച്ചതിന് ശേഷം, കാരണം ഈ കോമഡി സ്റ്റാറിലൂടെ സ്തുതി അങ്ങ് ശ്രദ്ധിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ലൈവില് കിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വീണ പറഞ്ഞതെല്ലാം നുണയാണ് എന്നുള്ളത്. അതായത് ഇവര് പിരിഞ്ഞതിന് ശേഷമാണ് കൊല്ലം സുധിയും രേണും തമ്മിൽ ആ ഒരു ബന്ധത്തിൽ വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിനെ എല്ലാം എതിർത്തുകൊണ്ട് കിച്ചു പറഞ്ഞതാണ് നുണ, ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് പറയുന്ന വാക്കുകൾ ഓൾറെഡി ഇവിടെ വീണ എസ് പിള്ള സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇവിടെ കിച്ചുവിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ കൊല്ലം സുധി വിവാഹം കഴിച്ച രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണയുടെ കൂടെ ഈ കിച്ചു നിന്നിട്ടില്ല. അവൻ അച്ഛന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ഇപ്പൊ കിച്ചു പറയാണ് അവർ തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നു, വഴക്കായിരുന്നു എന്നുള്ളത്. കൊല്ലം സുധി മദ്യപാനിയായിരുന്നു എന്ന കാര്യവും ഈ വീണ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ തള്ളിക്കൊണ്ട് എന്തുകൊണ്ട് കിച്ചു ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ അവന്റെ അച്ഛനോടുള്ള സ്നേഹം അവൻ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കിച്ചു പറയുന്നതിനുള്ള മറുപടി ഇവിടെ വീണ തന്നെ പറയുന്നുണ്ട്. സെക്കൻഡ് മാരേജ്, അങ്ങനെ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും ഓക്കെ അല്ലായിരുന്നു, എപ്പോഴും അടിയും കാര്യങ്ങളുമായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അത് ഇവിടെ പറഞ്ഞ് വീണ്ടും അത് ഇനി പ്രശ്നമാക്കാൻ. ഓക്കെ, അതായത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞിരുന്നു, അവർ തമ്മിൽ നല്ല ഒരു ഇതിലായിരുന്നില്ല, അടിയായിരുന്നു എന്നാ പറയുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ വീണയും കൊല്ലം സുധി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഒരു വേറെ രീതിയിൽ ആളുകൾ ചിത്രീകരിച്ചപ്പോ വീണ ഇയാളുടെ അടുത്ത് പോയി പറയുന്ന ഒരു വാക്കാണ് എന്നെ വിവാഹം കഴിക്കണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വിവാഹം കഴിക്കുന്നത്. അതിനർത്ഥം കൊല്ലം സുധിക്ക് വീണയോട് താല്പര്യം ഉണ്ടാകണം എന്നില്ല. അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ കിടക്കട്ടെ. കാരണം കൊല്ലം സുധി അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തല്ല, ഞാൻ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്താന്ന് വീണ പറയുന്നുണ്ട്. അവർ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ശേഷം വീടിന്റെ മുറ്റത്തിരുന്ന് കൊണ്ട് മദ്യപിക്കുക, റോട്ടിലൂടെ പോകുന്ന ആളുകളൊക്കെ ഇത് കാണുക, ഒരു അപഹാസ്യ കഥാപാത്രമായിട്ട് കൊല്ലം സുധി മാറിയപ്പോ ഇവർക്കും വീട്ടിൽ ചീത്തപ്പേരുണ്ടായപ്പോ അവര് അതിൽ ഇടപെടൽ നടത്തി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രേണുവുമായിട്ടുള്ള ഈ ഒരു അവിഹിതം ഒക്കുകയും അതിന് കൃത്യമായിട്ട് ഇടപെടൽ നടത്തുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, വിള്ളൽ ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കിച്ചു ഇവരുടെ കൂടെ താമസിച്ചിട്ടില്ല എന്നുള്ള ഒരു പോയിന്റാണ്. രണ്ടാമത് കെട്ടിയത് ഇതിൽ ഓക്കെ അല്ലായിരുന്നു. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഓക്കെ അല്ല, എപ്പോഴും വഴക്കാരൻ. രാത്രി 2 മണിക്ക് ഒരച്ഛൻ വീട്ടിൽ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു, ഇവരുടെ ഒപ്പം നിൽക്കുന്നു. അവർ രണ്ടുപേരും പോളത്തോട്ട് വീട്ടിലായിരുന്നു. ഓക്കെ, ഞാനിവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ ആരോ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞ വാക്കാവും ആൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അവർ തമ്മിൽ തല്ലായിരുന്നു എന്നുള്ളത്. തല്ലിനുള്ള സാധ്യതകളുണ്ട്. അത് വീണ പറഞ്ഞ വാക്കുകളിൽ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. കൊല്ലം സുധി അറിയുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട് മദ്യപാനിയായിരുന്നു എന്നും. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ വോയിസ് ഇവിടെ കിടക്കുന്ന ആളുകളെ പറ്റിച്ച് പൈസ വാങ്ങിയത്. ഇവരെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് രേണു കയറി വന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇനിയില്ല. കാരണം അതിന്റെ തെളിവുകൾ ഇവിടെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളത് കാണണം. രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്ന. ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തമ്മയാണേലും വരുന്നതും. അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മ അച്ഛട്ടുകളില്ല. ഓക്കെ, കേട്ടില്ലേ? അവർ തമ്മിൽ തല്ലി നിൽക്കുന്ന സമയത്താണ് അവർ വേറിട്ട് പോയത്. അതിന് ശേഷമാണ് രേണു വന്നത് എന്നാണ് കിച്ചു പറയുന്നത്. കിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല. അത് അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ വീണ പറയുന്ന വാക്കും വീണയുടെ കൂട്ടുകാരായ പല ആളുകളും പറയുന്ന വാക്കുകളും കേട്ടോക്കെ. എനിക്ക് പിന്നെ വീണയെ സുധി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പക്ഷെ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ഡൈവേഴ്സും ആയതാണ്. നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങൾ പിന്നെ രേണു ചാറ്റിങ് ചെയ്യുന്നതും. അത് കണ്ടതിന് ശേഷമാണ് വീണ പിണങ്ങുന്നത് സുധിയോട്. അറിയാവുന്ന കാര്യങ്ങളാണ്. അത് കറക്റ്റാണ്. ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞു. എനിക്കിതിനെപ്പറ്റി അറിയാമെന്നും കൃത്യമായിട്ട് അറിയാമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ കിച്ചു എന്തിനാ അത് പറഞ്ഞിട്ടുണ്ടാവുക? രേണുവിനെ സംരക്ഷിക്കാൻ. രേണുവിനെ സംരക്ഷിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇനിയിപ്പോ രേണു എന്ത് കോപ്രായത്തരം കാട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, അത് അവരുടെ താല്പര്യമില്ല എന്ന് പറയുന്ന കിച്ചു എന്തുകൊണ്ട് അത് പറയുന്നത് മനസ്സിലായില്ലേ? ഇത് മുള്ളിലും അതേപോലെ ഇലക്കും കേടില്ലാതെ അവൻ അതിന്റെ ഇടയിൽ നിൽക്കാൻ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ രേണു എന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല, അവരെന്താ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ രക്തമൊന്നുമല്ല,
അവന്റെ വളർത്തമ്മ എന്നും പറയാൻ പറ്റില്ല. കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ നോക്കിയത് എന്റെ അച്ഛന്റെ വീട്ടുകാരാണെന്നുള്ളത്. അപ്പൊ അവിടെ വളർത്തമ്മയുടെ സ്ഥാനം പോലും ഇല്ല. കൊല്ലം സുധിയിൽ ഒരു കുഞ്ഞ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇവന്റെ അനീച്ചനായിട്ട് വരും. ആ ഒരു ബന്ധം മാത്രമല്ല. അപ്പൊ അവരെന്ത് കാണിച്ചാലും എന്നെ ബാധിക്കുന്നില്ല. അത് നല്ല തീരുമാനമാണ്. പക്ഷേ വീണ പറഞ്ഞ ഈ വാക്കുകൾ നുണയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ താമസിച്ച ആ ഒരു സ്ത്രീക്കുണ്ടായ ആ ഒരു വിഷമം അത് മനസ്സിലാക്കാൻ കിച്ചുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം തന്നെയാണ്. അവരുടെ ബന്ധം നിലനിൽക്കെ രേണു അതിലേക്ക് വന്നു. അവിഹിതം അങ്ങനെ തന്നെ പറയണം. അതിന് മുന്നേ ഇങ്ങനെയായിരുന്നു. എന്നിട്ട് അവര് സംസാരിച്ചു, ഇങ്ങനെ എന്തോ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു, അങ്ങനെ എത്ര കൊടുത്തു, അങ്ങനെ ഭയങ്കര സീനായിരുന്നു. ഓക്കെ, എന്തോ ഒരു സാമ്പത്തിക ഇടപാട് മൂലം ഉണ്ടായ പ്രശ്നമാണ് എന്നാണ് കിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത്. കിച്ചു അതാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് പറയുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ബന്ധത്തിലുണ്ടായ വിടർച്ച അതെന്താന്ന് ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി. അതിനിടയിലേക്ക് കയറി വന്ന രേണു തന്നെയാണ് പ്രശ്നക്കാരൻ. ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ട് വീണ ഇത്രയും നാളും മിണ്ടാതിരുന്നു എന്നുള്ളതല്ലേ. അതിനുള്ള മറുപടി കേട്ടോളൂ. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പേരൻസിന്റെ അടുത്താണ് രേണു പറഞ്ഞത് ഞാനൊരു ഫ്രോഡാണ്. ഞാനൊരു പക്കാ ഫ്രോഡാണ്. മീൻസ് ഞാൻ ഒരു വേശ്യ എന്ന ലേബലിലാണ് അവൾ അവിടെ പ്രസന്റ് ചെയ്ത് തന്നെ. മനസ്സിലായി? സുധി കൊണ്ട് നടന്നു. വെപ്പാട്ടി എന്ന് പറഞ്ഞൊരു പദം. അത് തന്നെ സുധി കൊണ്ട് നടന്ന ഒരാളാണെന്ന് പറഞ്ഞ് ഞാൻ കുറെ ക്ഷമിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോ രണ്ടും കൽപ്പിച്ചാണ്. കേട്ടില്ല, അവര് പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത്, അവരുടെ രക്ഷിതാക്കളുടെ അടുത്ത് രണസുന പറഞ്ഞ വാക്കുകൾ അത്ര ഇവര് വൃത്തികെട്ട സ്ത്രീയാണ്, വേശ്യ വൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് വൃത്തിയോട് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ജോലിയെ പോലും തടസ്സപ്പെടുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞ അവർ ഇടപെടലുകൾ നടത്താതിരിക്കില്ലല്ലോ. അതിനുള്ള തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. വീണയുടെ കയ്യിൽ ആ തെളിവുകളുണ്ട്. അപ്പൊ കൊല്ലം സുധി ആരെയൊക്കെയാണ് കൊണ്ടു നടന്നത് എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട് അല്ലെ. ഇവിടെ 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ 3 വിവാഹവും സത്യം പറയട്ടെ മൂഞ്ചിക്കിടക്കുകയാണ്. ഇതിന്റെ ഇടയിലേക്ക് നല്ല രീതിയിൽ രണ്ടാമതൊരു കല്യാണം കഴിച്ചതിന്റെ ഇടയിലേക്ക് ഒരാൾ കയറി വന്ന് തുരന്ന് ഈ രീതിയിലാക്കി. ഇപ്പൊ ഫെയിമൊക്കെ ആയി. ഇപ്പൊ കൊല്ലസുദ്ധി ഒന്നുമല്ല, കൊല്ലസുദ്ധിയുടെ പേര് പോലും നിങ്ങൾ വെറുതെ ഒന്ന് #, കൊല്ലസുദ്ധി അടിച്ചു നോക്ക്, അതിന്റെ ഇരട്ടിക്ക് ആരാ? രേണുസുധിയുടെ വരുള്ളൂ. അതാണ്. അപ്പോ അവരാഗ്രഹിക്കുന്നത് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റു വലിയ കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. ഞാനവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തും. വെള്ളം പറയുന്നത് അച്ഛനിപ്പം എന്നെ നോക്കണം, അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ആ രീതിയിൽ പുള്ളി ഇങ്ങനെ ചെയ്തായിരിക്കും. അപ്പൊ അവര് എന്ന് പറയുമ്പോ അവര് വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല, അച്ഛൻ മൊത്തത്തിൽ ഒരു തെറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മൊത്തത്തിൽ വീഡിയോ വന്നേക്കുന്നത്. അച്ഛന്റെ ഭാഗത്തുള്ള തെറ്റ് മദ്യപാനം, രണ്ടാമത് നിലവിലൊരു ഭാര്യ നിലനിൽക്കെ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധം. ഈ ഒരു കാര്യത്തിനെ ഒരിക്കലും അവരുടെ രണ്ടാമത്തെ ഭാര്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കൂടെ താമസിച്ച, കൂടെ ജീവിക്കുന്ന ഏതൊരു സ്ത്രീക്കും അത് അങ്ങനെയേ കഴിയുള്ളൂ. എന്റെ പൊന്നു മോനെ, ഞാൻ പറയുന്നത് കള്ളമല്ലല്ലോ, ഞാൻ പറയുന്നത് സത്യമാണല്ലോ. ഞാനൊന്നും മറച്ചു വെക്കാനും ശ്രമിക്കുന്നില്ലല്ലോ. നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങൾ രേണു ചാറ്റിംഗ് ചെയ്യുന്നതും അത് കണ്ടതിന് ശേഷമാണ് വീണ പിണങ്ങുന്നത് സുധിയോട്. അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊന്ന് വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ക്ലിപ്പ് അവിടെ ഇട്ടത്. അതായത് ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ നുണയല്ല. കിച്ചു പറയുന്നു ഇവര് പറയുന്ന നുണയാണ് എന്നുള്ളത്. കൂടെ താമസിച്ച അവർക്ക് ഉണ്ടായ നാണക്കേടും മാനക്കേടും ഒക്കെ അവർക്ക് ഇപ്പൊ പുറത്തേക്ക് വരുന്നതിന്റെ കാര്യം ഇതാണ്. അതും രണസുന തന്നെയാണ്. അവര് കല്യാണം കഴിച്ചെന്നാണെങ്കിലും പക്ഷെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഓക്കെ, അവർ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ആയിരുന്നു. അതായത് വീണക്ക് കിച്ചനോട് താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരിവനെ പുറത്താക്കി, അച്ഛന്റെ വീട്ടിലൊന്ന് താമസിച്ചു, അവര് പൊരിഞ്ഞടി. കൊള്ളാം. എന്തുവാ അവര് നോക്കുമ്പോ എന്തുവാ കൊല്ലം സുധിയുടെ വൈഫായാലും ഇപ്പൊ വരും ഇങ്ങനെ വൈഫാണ് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നു. അപ്പം നിങ്ങളാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു നോക്കുള്ളൂ. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീണ പറയുന്ന വാക്കുകൾ നമ്മൾ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ഒരു ബന്ധം ഉണ്ടായി എന്നറിഞ്ഞാൽ ആരും കൈയും കെട്ടി നോക്കി നിൽക്കില്ല. ഒഴിവാക്കി പോവാനാണ് പരമാവധി ശ്രമിക്കുക, പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഇവിടെ ഒരുപാട് അലിഗേഷൻസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ വരുന്ന ഈ വാക്കുകൾ അതും ഇതൊക്കെ നോക്കും. ഒരു സാധാരണ പ്രേക്ഷകർ എന്ന നിലയിൽ എല്ലാം കണ്ടു ഒഴിവാക്കും. നമ്മളെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും, നിങ്ങളുടെ സംശയങ്ങൾ കൂടി ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ അറിയുന്നത് ഈ വീണയും ഇവര് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. അതിന് കാരണം ഈ പുള്ളിയുടെ അവിഹിത ബന്ധമാണെന്ന് ഒരു കഥ വെളിയിൽ വന്നത്. സത്യസന്ധമാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇത്രയാണ് അതിന്റെ ഇപ്പൊ ഞാനിപ്പോ പുള്ളിയുടെ ചാനലിലൂടെ പറഞ്ഞത് ഈ ആളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് അന്നത്തെ ആ കഥ ഇദ്ദേഹത്തിനെ വെച്ച് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് തോന്നുന്നു. കേട്ടില്ലേ മോനെ കിച്ചോ?
അതായത് ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ കൂടെ ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കൊല്ലം സുധി, അതേപോലെ ഈ വീണയും. അപ്പൊ ഇയാൾ പറയുന്ന വാക്കാണ്, ഈ അവിഹിതം കാരണമാണ് വീണ ഈ ചെങ്ങായിനെ ഒഴിവാക്കി പോയിട്ടുള്ളത്. ആ അവിഹിതമാരാ? രണസുന. മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സെക്കൻഡ് മാരേജ് അങ്ങനെ നടക്കുന്നതും. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും, ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാവാം അടി എന്ന് മനസ്സിലാക്കാനുള്ള ബോധമുള്ള ഒരു പ്രായത്തിലായിരുന്നില്ല ഈ ഒരു പയ്യൻ അവിടെ നിന്നിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവൻ ഇപ്പോ അവന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യം പുറത്തേക്ക് പറഞ്ഞു, അത്രേ ഉള്ളൂ. വീണ നുണ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നിച്ചെന്ന് കമന്റ് ഇടട്ടോ. എന്താണ് വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ? എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. വീണയും നോക്കിയിട്ടില്ല, ശാലിനിയും നോക്കിയിട്ടില്ല, അതുകൂടാതെ തന്നെ രേണുവും നോക്കിയിട്ടില്ല. എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട. അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വീണ വിവാഹം കഴിക്കുന്നത്. ഈ ഒരു സമയത്ത് പോലും കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ശാലിനി ഈ പയ്യനെ കാണാൻ വരുന്നുണ്ടായിരുന്നു എന്ന കാര്യം അത് വീണയും പറയുന്നുണ്ട്, പല ആളുകളും പറയുന്നതും കേട്ടു. വല്ലപ്പോഴും വന്നു പോകുന്നതല്ലല്ലോ അമ്മ എന്ന് സ്വന്തം കൂട്ടുകാരൻ തൊട്ടടുത്തിരുന്ന് പറഞ്ഞു. അത് നല്ലൊരു പോയിന്റാ. വല്ലപ്പോഴും അങ്ങനെ വന്ന് നോക്കി പോവേണ്ടതല്ല, മക്കളെ ചേർത്ത് വെക്കേണ്ടതാണ്. ഇവിടെ ചേർത്ത് വെക്കാൻ ഇവരിപ്പോൾ ആരുമില്ല. ആകെ ഉള്ളത് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്, അവനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളാണ്. അവരുടെ ഇഷ്ടങ്ങൾ പോലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ട് കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. മദ്യം കുടിച്ചു, അതിന് പൊക്കി, അതിന് കൂട്ടുകാരൻ പറഞ്ഞു 1.5 കിലോ MDMA പൊക്കിയത് എന്നൊക്കെ പറഞ്ഞ ഒരു തമാശ രീതിയിലേക്ക് ആക്കുമ്പോൾ അതിനൊരു സാധൂകരിക്കുന്ന, അതൊരു സിമ്പിൾ വൽക്കരിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ലഹരി അത് ഇനി എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ടത്. കൊല്ലം സുധിയുടെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ പൊന്തി വരാൻ കാരണം ഇത് രണസുന തന്നെയാണ്. രണസുനയുടെ എൻട്രി കാരണം തന്നെയാണ് ഇവിടെ വീണ എസ് പിള്ള എന്ന ഒരു സ്ത്രീ ഉപേക്ഷിച്ചു പോയത്. ഇനി ഇതിനൊരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.